മോളെന്തിനെ ഇങ്ങനെ തുള്ളിച്ചാടുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? അവൾ സ്കൂളിൽ വന്നപ്പോൾ കിച്ചണിൽ ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള തുള്ളിച്ചാട്ടം. അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ബ്രൗണിയാണെന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു കപ്പ് കോമ്പൗണ്ട്, ഡാർക്ക് കോമ്പൗണ്ടും അരക്കപ്പ് ബട്ടറും കൊണ്ട് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ വേണം. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. 2 മുട്ട ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലോയിൽ ഇങ്ങനെ വീഡിയോ എടുക്കേനെ. അപ്പോൾ ആകെ പറ്റിച്ചല്ലോ, മുട്ടത്തോടിൻ്റെ ഒരു പീസ് അതിലേക്ക് വീണിട്ട് ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പണി. ഈ ബ്രൗണിക്ക് ഒരു പ്രശ്നമുണ്ട്. കേക്കിൻ്റെ മാതിരി ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ വിസ്ക് വെച്ചിട്ട് കുറച്ചൊന്ന് ഫ്ലഫ് ആക്കി എടുത്താൽ മതിട്ടോ, കൂടുതൽ ഫ്ലഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഓവറാകുമെന്ന് വെച്ചിട്ടാണ് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ കടകടാ അറിയണത് കേട്ടോ. ബാക്കി എന്താ ഇടണ്ടെന്നുള്ള ഓർമ്മയില്ലാതായിട്ടാ ചെയ്ത് കയ്യാകെ വേദനിക്കൽ തുടങ്ങി. ഞാൻ റെസിപ്പി പറയാൻ വിട്ടുപോയല്ലേ. 2 എഗ്ഗ് നമ്മൾ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തത് ഒരു ഹാഫ് ബീറ്റ് മതി ഇട്ടപ്പോൾ, ഹാഫായിട്ട് ഫ്ലഫി ആയി കിട്ടിയാൽ മതി, കൂടുതലായി കിട്ടേണ്ട. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ആ ഒരു ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ ഇപ്പോൾ അത് 1/2 കപ്പ് മൈദയും ഒരു 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും കൊണ്ടാണ് ചേർത്തിട്ട. ബാക്കിയും കൂടി എല്ലാം കൂടി ഇതാ മിക്സാക്കി ഇങ്ങനെ ഈ ഒരു ലെവലിലാക്കി. എന്താ രസമല്ല, ഫ്ലോ കാണാൻ അടിപൊളിയല്ലേ. ഇങ്ങനെ മടങ്ങി വരുന്നത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ബ്രൗണി സൂപ്പറാ വിജയിച്ചിട്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആയാൽ പിന്നെ എവിടെയും പോകണ്ട, ഒരു കഫേയിലും പോകണ്ട, എങ്ങോട്ടും പോകണ്ട. ഈ ബ്രൗണി നമ്മൾ ഡെയിലി ഉണ്ടാക്കി കഴിക്കൂട്ടാം.